എമ്പുരാൻ സിനിമയ്ക്ക് പിന്നാലെ മോഹൻലാലിനെതിരെ വലിയ സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നെന്നാണ് പലരും പറയുന്നത്. പക്ഷേ അതിനെ തണുപ്പിക്കാനാണോ മോഹൻലാലിൻ്റെ ഒരു തന്ത്രമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം മുംബൈയിലെത്തി നരേന്ദ്രമോദിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ്. അങ്ങനെ നരേന്ദ്രമോദിയെ കണ്ടത് വഴി കേരളത്തിൽ ഒരു തിരിച്ചുവരവാണോ മോഹൻലാൽ ലക്ഷ്യമിടുന്നത്? മോഹൻലാലും നരേന്ദ്രമോദിയുമായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? ഈ എമ്പുരാൻ ഇറങ്ങിയതിന് ശേഷമല്ലേ പറഞ്ഞേ? നരേന്ദ്രമോദി മോഹൻലാലുമായിട്ട് എന്തിനാണ് പ്രശ്നം ഉണ്ടാവേണ്ട കാര്യം? അദ്ദേഹം എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. പല കാര്യങ്ങളിലും മോഹൻലാലിനെ കേരളത്തിൻ്റെ ഒരു ഘടകം എന്നുള്ള രീതിയിൽ തന്നെ മോഹൻലാലുമായിട്ട് ഈ പറഞ്ഞോണം ബന്ധമുണ്ട്. പല കാര്യങ്ങളും ഏൽപ്പിക്കാറുണ്ട്. നമുക്ക് തന്നെ അറിയാം. ഇപ്പം മോഹൻലാൽ പറയുക, ജനങ്ങളോട് പറയുക എന്നുള്ള അവരുടെ PRD വർക്ക് പല ലഹരി ഇത്തരത്തിലുള്ള പല പരസ്യങ്ങൾക്കും അദ്ദേഹത്തിനെ വിനിയോഗിക്കാറുണ്ട്, പല കാര്യങ്ങൾക്കും. മാത്രമല്ല രാജ്യത്തിൻ്റെ ഒരു പ്രധാന പദവി കൂടി വഹിക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ. അപ്പോൾ നരേന്ദ്രമോദിയും മോഹൻലാലും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ. എമ്പുരാൻ വഴി അദ്ദേഹത്തിൻ്റെ ഇമേജിനും അദ്ദേഹത്തിനും കോട്ടം തട്ടുന്ന രീതിയിൽ അദ്ദേഹത്തിനെ അത്തരത്തിലാക്കി, അദ്ദേഹം പോലും അറിയാണ്ട് ആക്കിയെടുത്തു എന്നുള്ളതല്ല. അദ്ദേഹത്തിന്റെ ആരാധകരമായിരുന്നു ഒരു സിനിമയിൽ അഭിനയിച്ചു എന്നാണ് അന്ന് വിമർശനം ഉണ്ടായത്. പക്ഷേ അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയെ നേരിട്ട് ബാധിക്കുന്ന ഗുജറാത്ത് കലാപം എന്ന ആ സംഭവത്തെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചിത്രീകരിക്കുകയും പിന്നീട് അതിനനുസരിച്ച് അദ്ദേഹം ഒരു 2-3 ദിവസം അങ്ങനെ മാപ്പൊന്നും പറയാതെ ഒളിച്ചു കളിക്കുന്ന ഒരു നിലപാടുണ്ടായിരുന്നല്ലോ. പിന്നീട് വലിയ പ്രതിഷേധം ഉണ്ടായതിനു ശേഷമാണ് മാപ്പ് പറയുന്നു, അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുന്നു. അങ്ങനെ എന്നിട്ടും ആൾക്കാർ ഇറങ്ങിയപ്പോൾ പോലും അതിന്റെ ഒരു പ്രശ്നങ്ങൾ മോഹൻലാലിന് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയാം, മോഹൻലാൽ തന്റെ ഫാൻ ബോയെ ഒന്ന് വിശ്വസിച്ചു. കാരണം എന്തൊക്കെ ചെയ്യും, അല്ലെങ്കിൽ അത്ര ഒരു വിശ്വാസം ഉണ്ടല്ലോ. പക്ഷെ അത് ഇത്രത്തോളം എത്തുമെന്ന് ഒരുപക്ഷെ മോഹൻലാൽ അത് ചിന്തിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. അത് ആ സിനിമ കണ്ടിറങ്ങി വന്നപ്പം തന്നെ മോഹൻലാലിൻ്റെ ശരീരഭാഷ പലരും അത് യൂട്യൂബേഴ്സൊക്കെ എടുത്തിട്ടിരുന്നു അപ്പം തന്നെ. പക്ഷേ പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലായ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇപ്പോൾ തുടരുമെന്ന സിനിമയ്ക്ക് പൃഥ്വിരാജ് ഒരു കൺഗ്രാറ്റ്സ് പോലും മോഹൻലാലിന് പറയാൻ. തരുൺ മൂർത്തി എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ തരുൺ മൂർത്തി പറഞ്ഞു, പൃഥ്വി ഞങ്ങൾക്കിട്ട് ഇത് തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പൃഥ്വിക്ക് ഒരു കൺഗ്രാറ്റ്സ് എന്നുള്ള രീതി, ഒരു ഓൾ ദ ബെസ്റ്റ് എന്നുള്ള രീതി തരുൺ മൂർത്തി ആ ഒരു ഇത് കൊടുത്തപ്പോൾ അന്ന് പൃഥ്വിരാജ് അതിനെ ഈ പറഞ്ഞോണ്ട് തിരിച്ച് മെസ്സേജും കമൻറ്റും ഒക്കെ ഇട്ടിരുന്നല്ലോ. പക്ഷേ അത്തരത്തിൽ പോലും തുടരുമെന്ന സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് ഒരു വഴി എവിടെ പോയി? പൃഥ്വിരാജിനെ കാണാനേ ഇല്ല. പിന്നെ പൃഥ്വിരാജ് അല്ലാതെ വേറെ നരിവേട്ടെ 1-2 സിനിമകൾക്കൊക്കെ പോസ്റ്റ് ഇട്ടു. അതിൻ്റെയൊക്കെ താഴെ ഈ ഫാൻസ് തന്നെ, അദ്ദേഹത്തിൻ്റെ ഫാൻ ബോയ്സ് തന്നെ ഇഷ്ടം പോലെ പണി കൊടുക്കുന്നത് ശരിക്കും കമൻറ്റ് ചെയ്യുന്നു. അപ്പം മോഹൻലാൽ എന്ന മലയാളത്തിൻ്റെ ഒരു പ്രധാന നടനാണ് മമ്മൂട്ടി. മോഹൻലാൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രധാന, അദ്ദേഹത്തിനെ വെച്ച് കരുക്കൾ നീക്കുകയായിരുന്നു അദ്ദേഹം പോലും അറിയാതെ. അതിൽ അദ്ദേഹം ചെന്ന് പെട്ടുകൊടുത്തു. അത് അറിവുകേട് കൊണ്ടോ അത് മറ്റെന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ അമിതമായിട്ടുള്ള പലരെ അദ്ദേഹം പലപ്പോഴും വിശ്വസിക്കാറുണ്ട്, അമിതമായിട്ടുള്ള വിശ്വാസം കാരണം ചെന്ന് പെട്ടുകൊടുത്തു. അതായിരിക്കാം ഇത്രയും പക്ഷെ അദ്ദേഹത്തിന് വ്യക്തമായി അദ്ദേഹത്തിന് ആ സിനിമയുടെ നടന്റെ പേര് മോഹൻലാൽ എന്നാണ്. അപ്പോൾ മോഹൻലാൽ അറിയാതെ ഒരു നടൻ മാത്രമല്ല, കേണൽ ഒരു പദവി കൂടി അദ്ദേഹത്തിനുണ്ട്. ഒരു നടൻ അറിയാതെ ആ സിനിമയിൽ ഇത്രയും രംഗങ്ങളെല്ലാം ചിത്രീകരിക്കാൻ കഴിയുമോ? നമ്മൾ ഈ ചിന്തിക്കുന്നത് പോലെയല്ല സിനിമ എന്ന് പറയുന്നത്. സിനിമയിൽ ഇപ്പോൾ ഒരു തിരക്കഥ പറയുമ്പോൾ ഒരു ഡയറക്ടർ കാണുന്ന വ്യൂ, ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു എഴുത്തിലൂടെ പിന്നെ നമുക്ക് മനസ്സിലാക്കും. പക്ഷെ ഞാൻ പറയുന്ന ഒരു കഥ എൻ്റേതായ വിഷ്വലൈസിലൂടെ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ശ്രീജിത്ത് കേൾക്കണമെന്നില്ല അല്ലേ? അപ്പോൾ ഒരു തിരക്കഥ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സീൻ 1, സീൻ 2 അതൊരു കണ്ടന്റ് മാത്രമേ അത് ഉൾക്കൊള്ളിച്ച് പറയാം. പക്ഷേ ഇന്ന ഇമോഷൻസ് ആണ്, മറ്റേ ഗർഭിണിയെ ഇങ്ങനെ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇതൊന്നും പറയില്ല. ഗുജറാത്ത് കലാപവും ഈ പറഞ്ഞോണോ ഗോദ്ര സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് കഥ അതിൽ ഉടലെടുക്കുന്നത് എന്നൊരു ആമുഖമായിരിക്കും ചിലപ്പോൾ പറഞ്ഞു കൊടുത്തത്. അപ്പം മോഹൻലാൽ പറഞ്ഞ ഗുജറാത്ത് കലാപം, കുറച്ച് കലാപങ്ങൾ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കലാപങ്ങൾ. പൃഥ്വിരാജിന്റെ അമ്മ പറയുന്നത്, മല്ലിക പറയുന്നത് ഇത് കൃത്യമായി തന്നെ മകൻ കൃത്യമായിട്ടൊന്നും ഒരു തിരക്കഥ, ഏത് തിരക്കഥാകൃത്താണ് കൃത്യമായിട്ടുള്ള ഒരു കഥ ഒരു കൃത്യമായി മകൻ പറഞ്ഞു കൊടുത്തു. ഞാൻ മകനെ വിളിക്കുമ്പോൾ മകൻ പറയുകയാണ് ഞാൻ മോഹൻലാലിനോടൊപ്പം ഇരിക്കുകയാണ്. പിന്നെ എഡിറ്റ് ചെയ്ത് അവിടെ വെച്ച് കാണിച്ചു കൊടുത്തേക്കുമല്ലേ? അതൊക്കെ വെറും തെറ്റ്. മല്ലിക അതുമല്ല അതിനപ്പുറം പറയും മോനെ രക്ഷിക്കാതെ ഏതൊരു അമ്മയിലും. ഒരിക്കലും ഒരു തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ ഒരു സംവിധായകൻ ഈ കഥ ഫുള്ളായിട്ട് നമ്മൾ ഈ വിഷ്വലി കാണുന്ന രീതി പറഞ്ഞു കൊടുക്കത്തില്ല. ഇങ്ങനെയായിരിക്കും പറയുന്നത്, ഇത് ഇങ്ങനെ ഗോദ്ര സംഭവം ഇതിൽ നിന്നാണ് കഥ ഉരുത്തിരിഞ്ഞു വരുന്നത്. നമ്മളൊക്കെ പണ്ടില്ല ശ്രീനിവാസിലെ കഥകളൊക്കെ പറയുന്നത് തിരക്കഥാകൃത്തിന്റെ വേഷം, അതുപോലെ തന്നെയാണ് ഒരു തിരക്കഥ പറയുന്നത്. അത് ഒരു ഡയറക്ടറാണ് പിന്നെ അത് പൊലിപ്പിക്കുന്നത് അതിനകത്ത്.
എന്തൊക്കെ വിഷ്വൽ ചേർക്കണം, ഇന്നൊക്കെ സീൻ, ഈ ഓരോ സീനുകൾ, ഈ 2.25 മണിക്കൂറിൻ്റെ സീനുകളെല്ലാം വിശദീകരിച്ചൊന്നും അല്ല ഒരു കഥാകൃത്ത് ഒരു നായകനെ അല്ലെങ്കിൽ നായികയെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ അടുത്ത് കഥ പറയുന്നത്. അതൊരു ആമുഖ വിവരണം, ഇന്ന സീനുകളാണ്, ഇങ്ങനെയാണ് കഥ പോകുന്നത്, കഥയുടെ വഴിത്തിരിവ് ഇങ്ങനെയാണ്. അത് ഒരു പക്ഷേ ഏകദേശം റിയൽ ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ സിനിമ കാണുമ്പം വരുന്നത്. പക്ഷേ ഇതിൽ പൃഥ്വിരാജ് കാണിച്ചത് ഈ ഒരു ആമുഖ വിവരണം നടക്കുന്നതിനോടൊപ്പം ഈ തിരക്കഥാകൃത്തിൻ്റെയും മുരളി ഗോപിയുടെയും പൃഥ്വിരാജിൻ്റെയും ഉള്ളിൽ കുറച്ച് കുനിഷ്ഠ കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഒരിക്കലും പുറത്തു പറഞ്ഞാൽ അത് ഇരുവർക്കും മാത്രമേ അറിയത്തുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ന് ഈ നിമിഷം വരെ ഒരു ക്ഷമാപണോ ഒരു മാപ്പോ പറഞ്ഞില്ല. അവർക്കറിയാം ഇത് എങ്ങനെയൊക്കെ എവിടെയൊക്കെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വിഷയം ഇത്തരം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിലോ, അന്ന് കോവിഡ് സമയത്തിലെ പലതിലും നരേന്ദ്രമോദിയുമായി ചേർന്ന് നിന്ന് പല പരിപാടികളും മോഹൻലാൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് നാം കണ്ടത് അയോധ്യ പ്രാണപ്രതിഷ്ഠ ഉൾപ്പെടെ പല സംഭവങ്ങളും വരുമ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് അകലം പാലിച്ചിരുന്നു. ഇപ്പോൾ ഈ പ്രശ്നത്തിന് പിന്നാലെ ആയിരിക്കുമ്പോൾ മുംബൈയിലെത്തി അവിടെ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട നടന്മാരുണ്ട്, അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ളവർ ഈ സിനിമാ മേഖലയുമായി സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ്, നരേന്ദ്രമോദിയുടെ പരിപാടിയിലാണ് ഈ മോഹൻലാൽ പങ്കെടുത്തിരിക്കുന്നത്. അതെ, അപ്പോൾ ഇനി എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കുക? മോദിയുടെ പരിപാടിയിൽ പങ്കെടുത്ത മോഹൻലാലിനെതിരെ അന്ന് എമ്പുരാന്റെ ഭാഗത്ത് നിന്ന് പിന്തുണ ഉണ്ടായ ടീമിന്റെ ഒരു സൈബർ ആക്രമണം പ്രതീക്ഷിക്കാമോ? സൈബർ ആക്രമണം ഇഷ്ടംപോലെ മോഹൻലാലിന് കിട്ടുന്നുണ്ട്. ഇപ്പം ഒരു വിധത്തിലൊന്ന് കുറഞ്ഞിരിക്കുന്ന തുടരും എന്ന സിനിമ വന്നതുകൊണ്ട് മാത്രമാണ്. തുടരും സിനിമയിൽ ആ ഒരു ലാലേട്ടൻ്റെ അല്ലെങ്കിൽ ഈ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ലാലേട്ടനായിട്ട് വന്നു. അപ്പം താങ്കൾ ഇങ്ങനെയുള്ള സിനിമകളാണ് ചെയ്യേണ്ടത്, മറ്റേ ജാക്കറ്റും കോട്ടും ഒക്കെ ഇട്ടില്ല ഒരുമാതിരി റോബർട്ടിൻ്റെ കണക്കുള്ള ഇത് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കുളമാക്കി വെച്ച് എമ്പുരാനിൽ. അപ്പം ലാലേട്ടൻ എന്താണോ ലാലേട്ടനായിട്ട് തുടരും എന്ന സിനിമയിൽ ജനങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിച്ചു. അതിൻ്റെ ഒരിത് ജനങ്ങൾ എത്രയെന്ന് പറഞ്ഞാൽ ആരാധകരല്ലേ, അവരത് തിരിച്ച്, അതായത് ഇതിന് ഈ തുടരുമെന്ന സിനിമ കാണുന്നതിന് തൊട്ട് മുമ്പ് വരെ മോഹൻലാൽ എന്തിട്ടാലും അതിന് ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു. ഇപ്പോൾ ഈ ഒരു പഹൽഗാം ഭീകരാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടതിൽ പോലും 1% പോലും ആൾക്കാർ അദ്ദേഹത്തിന് അനുകൂലിച്ചില്ല. കാരണം അത്രയേറെ ജനങ്ങളങ്ങ് വെറുക്കുന്ന ഒരു സ്ഥിതിയിലെത്തി. പക്ഷേ ഇപ്പോൾ ഈ ഒരു തുടരും എന്ന സിനിമയിലൂടെ പിന്നെയും ആൾക്കാർ എന്താ പറയുന്നത്, പഴയ ഒരു ലാലിനെ അംഗീകരിച്ചു തുടങ്ങി. അംഗീകരിക്കുകയല്ല, ആ ഒരു വേഷത്തെ അംഗീകരിച്ചു തുടങ്ങി. പക്ഷേ എന്നാലും ഉള്ളിൽ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു സിനിമയിൽ പോയി അഭിനയിച്ചില്ലേ, ഇനി അത് വരും കാലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ കൊണ്ടാണ് തെളിയിക്കേണ്ടുന്നത് അല്ലെ, അദ്ദേഹം ചെന്നുപെട്ടതാണ് അല്ലെങ്കിൽ അബദ്ധത്തിൽ ചെന്നുപെട്ട അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹത്തിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണോ അതിലൂടെയൊക്കെയാണ് അദ്ദേഹം അത് തെളിയിക്കേണ്ടത്, ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കണം. ഞാൻ അറിയാണ്ടാണ് എന്നുള്ളത് അദ്ദേഹത്തിന് അത് അറിയാം, അദ്ദേഹം അത് പറയുകയും ചെയ്തു. പക്ഷേ ഇതിപ്പോൾ മോദിയായിട്ട് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നമോ അല്ലെങ്കിൽ യാതൊരു കാര്യമില്ല. പല കേന്ദ്ര സർക്കാരിൻ്റെ പല കാര്യങ്ങളും അദ്ദേഹത്തിനെ ക്ഷണിക്കാറുണ്ട്, അദ്ദേഹം ചില കാര്യങ്ങളിൽ പോകാറുണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് രജനീകാന്തിന് അമിതാഭ് ബച്ചനൊക്കെ ഉണ്ടല്ലേ, ഒരുപാട് പ്രധാനപ്പെട്ട നടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇതിൽ മോദിയായിട്ട് ചെന്ന് മാത്രമല്ല അദ്ദേഹം സംസാരിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അദ്ദേഹം ഒരു കേണൽ പദവിയും കൂടെ നയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചകൾ ചിലപ്പോൾ അനിവാര്യത ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിനാണെങ്കിലും ഈ പറഞ്ഞതുപോലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മറ്റുള്ള രാജ്യപരമായിട്ടുള്ള അദ്ദേഹം ഒരു പ്രധാന പദവി കൂടി നിൽക്കുന്നതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ അദ്ദേഹമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നല്ലത് തന്നെയാണ്, ഒരു സൗഹൃദം നല്ലത് തന്നെയാണ്. അല്ലാതെ മോഹൻലാലും മോദിയും തമ്മിൽ ഈ പറഞ്ഞതുപോലെ പിണക്കങ്ങളോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ ശത്രുക്കളോ ഒന്നും അല്ല. പക്ഷേ ഇദ്ദേഹത്തിനെ ശത്രുവാക്കാൻ ശ്രമിച്ചു, ഒരു സിനിമയിലൂടെ ശ്രമിച്ചു, ആക്കത്തക്ക രീതിയിൽ ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിന് ഇനിയൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അദ്ദേഹം ആ ഒരു പഴയ ലെവലിൽ എത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല സിനിമകൾ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളിലേക്ക് വരിക, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രവർത്തന മേഖലകളിലേക്ക് വരിക. ഇത്തരത്തിൽ ഇപ്പോൾ മോദിയെ അനുകൂലിക്കണമെന്നൊന്നുമല്ല പറഞ്ഞത്, എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരോടും എങ്ങനെ നിൽക്കണം, രാഷ്ട്രത്തെ എങ്ങനെ സ്നേഹിക്കണം, അദ്ദേഹം ഒരു രാജ്യസ്നേഹിയാണ് എന്നുള്ള തരത്തിൽ ജനങ്ങളെ ഇനി ഇത്തരത്തിലൊക്കെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം മോഹൻലാൽ ഇപ്പോൾ മോഹൻലാൽ ഈസ് ഈക്വൽ ടു പൃഥ്വിരാജ് എന്ന് ഒരിക്കലും കൂട്ടിവെക്കാൻ പറ്റില്ല. പൃഥ്വിരാജ് വേറൊരു ലെവൽ ഒരു പാറ്റേൺ ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വേറെ നിലപാടുകളാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൈ കടത്താതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പോയ വഴിക്ക് പുല്ല് പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഇനി തിരിച്ചെത്തുമോ എന്ന് പോലും അറിഞ്ഞൂടെ. എന്തായാലും അവിടുന്ന് ഇനി ഇത്തരത്തിൽ അവിടുത്തെ ജനങ്ങളും കൂടെ വെറുക്കാതിരിക്കട്ടെ.
എവിടെ പോയാലും നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാണെങ്കിലും കലാകാരന്മാരാണെങ്കിലും അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഒരു പിന്തുണ അത്യാവശ്യമാണ്. ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ഇവർക്കൊന്നും നിലനിൽക്കാൻ പറ്റത്തില്ല. കാരണം ജനങ്ങൾ ഇഷ്ടപ്പെടണം, എന്നാലേ ഇവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇവരുടെ കരിയറിന് ഒരു മേന്മയുണ്ടാവും. ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കലാകാരനും ജീവിക്കത്തില്ല. കാരണം ഒരു കലാകാരൻ്റെ അവൻ്റെ സൃഷ്ടി, അവൻ്റെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയാം, അവൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ അത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൂടിയായിരിക്കണം. ജനങ്ങളെ വിരോധിപ്പിച്ച് തമ്മിലടിപ്പിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൊന്നും ജനങ്ങൾ കൂട്ടി നിൽക്കത്തില്ല. ഏതായാലും മോദി മോഹൻലാൽ ഒരു കൂടിക്കാഴ്ച എപ്പോഴും എന്താ പറയുക, ജനങ്ങൾ അവർക്ക് അവരുടെ ഇടയിൽ പിണക്കങ്ങളോ പരിഭവങ്ങളോ ഒന്നുമില്ല. കൂടിക്കാഴ്ചകളൊക്കെ നടത്തട്ടെ, നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ, സമൂഹത്തിൽ നന്മകൾ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ മോഹൻലാലിന് ഇനിയും സാധിക്കട്ടെ.